ഇന്ന് പതിവിൽ വ്യത്യസ്തമായി ഞാൻ എൻ്റെ സ്റ്റുഡിയോയിലാണ് ഇൻട്രോ പറയാനിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. നമ്മുടെ ഈ വ്ളോഗ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയിരുന്നു, ഡൽഹിക്കാണ്. അത് ഒറ്റയ്ക്കായിരുന്നതുകൊണ്ട് എൻ്റെ സ്ഥിരം ക്യാമറാമാനായ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കൂടുതലും ഞാൻ സ്ഥലങ്ങൾ കാണാൻ പോയതാണ്, എങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള വിഷ്വൽസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇന്ന് ഇങ്ങനെ ഒരു ഇൻട്രോ പറയുന്നത് കേട്ടോ. ഞാൻ ആദ്യം തന്നെ പോയ സ്ഥലം ഡൽഹിയിലെ റെഡ് ഫോർട്ടാണ്, ചെങ്കോട്ട. അപ്പം നമുക്ക് നേരെ അതിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്ക് ഒന്ന് പോയി വരാം. റെഡ് ഫോർട്ട് നമ്മുടെ ഡൽഹി യാത്രയുടെ ആദ്യ ദിനം നമ്മൾ സന്ദർശിക്കാൻ പോയത് തന്നെ റെഡ് ഫോർട്ടിലാണ്. ഞാൻ മലയാളത്തിൽ തന്നെ പറയാം, നമ്മുടെ ചെങ്കോട്ടയിലാണ് കേട്ടോ. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ചെങ്കോട്ട കാണാനായിട്ട് അറിയും. ശരിക്കും സോഷ്യൽ സ്റ്റഡീസിൻ്റെ ബുക്കിലും അതേപോലെ തന്നെ എല്ലാ വർഷവും ടി വിയിലും ഒക്കെ കാണുന്ന ഒരു ചെങ്കോട്ട ശരിക്കും നേരിട്ട് കാണാൻ സാധിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു കേട്ടോ. ഈ ചുവന്ന കട്ടകളും മണലും ഒക്കെ കൊണ്ട് 17-ാം നൂറ്റാണ്ടിൽ ഷാജഹാൻ രാജാവ് പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ ഒരു മുഗൾ സാമ്രാജ്യം ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ആ കാലത്ത് എങ്ങനെ ഇത്രയും വലിയൊരു നിർമ്മിതി ഉണ്ടായെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം തന്നെയാണ്. അന്നത്തെ കാലത്ത് രാജാക്കന്മാര് രാജകുടുംബം താമസിച്ചിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു ഈ ഒരു ചെങ്കോട്ട. ശരിക്കും 2 കിലോമീറ്ററാണ് ഇതിന് ചുറ്റളവ്. അതുകൊണ്ട് ഇത് ശരിക്കും കണ്ടു തീരണമെങ്കിൽ കുറേ സമയമെടുക്കും. അത്ര ഭംഗിയാണ്. നമുക്കിനി നേരെ ഇത് കടന്നിട്ട് ഇതിൻ്റെ ഒരു പടിഞ്ഞാറ് ഭാഗത്താണ് ഇതിൻ്റെ മെയിൻ കവാടം കേട്ടോ. നമ്മൾ കയറി പോകേണ്ട, ഇതിനുള്ളിലേക്ക് കയറേണ്ട എൻട്രൻസ്. അതിനുവേണ്ടി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വന്ന് തിരിച്ച് നമ്മൾ വീണ്ടും ആ വഴി തന്നെ വന്ന് വേണം നമ്മൾ ഇതിൻ്റെ മെയിൻ കവാടത്തിലേക്ക് എത്തിച്ചേരാനാണ്. ഇതിന് ലാഹോറി ഗേറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ നിന്നാണ് എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രി നമുക്ക് സന്ദേശം നൽകുന്നത് കേട്ടോ. ഈ ലാഹോറി ഗേറ്റിൽ നിന്നാണ്. ഇതിൻ്റെ ഇവിടെ ഈ ബാരിക്കേഡ് വെച്ചിരിക്കുന്നതിനപ്പുറത്തൊരു ഇതാണ്, ഒരു കൊട്ടാരമൊക്കെയാണ്. പക്ഷെ അവിടെയൊന്നും നമുക്ക് എൻട്രൻസ് ഇല്ല. അവിടെ ആൾക്കാരിങ്ങനെ നിൽക്കുവാണ്, നമുക്ക് അവിടെ കയറാൻ പറ്റില്ല. നമ്മൾ ഈ ഗേറ്റിനുള്ളിലൂടെ കടക്കുന്നത് ഒരു കച്ചവട വാണിജ്യ സ്ഥാപനങ്ങളാണ് ചുറ്റിനും കേട്ടോ. അന്നത്തെ കാലത്ത് മേൽക്കൂര വെച്ച വാണിജ്യ സ്ഥാപനങ്ങൾ ഒന്നും വളരെ കുറവായിരുന്നു. ഇവിടെയുള്ള രാജകുടുംബാംഗങ്ങൾക്കൊക്കെ ഉള്ള ആഡംബര വസ്തുക്കൾ വിറ്റഴിച്ചിരുന്നൊരു വാണിജ്യ സ്ഥാപനമാണ് ഈ ഗേറ്റിനുള്ളിൽ. നമുക്കിപ്പോൾ കാണാം. ഗേറ്റിന് എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര ജനത്തിരക്കായിരുന്നുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഈ യാത്രയിൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരിമിതികളുണ്ട്, ക്ഷമിക്കണം കേട്ടോ. അപ്പം ഇന്നും ആ ഒരു രീതിയിൽ തന്നെ അത് നിലനിന്ന് പോകുന്നു. ഇതിനുള്ളിൽ ഒരുപാട് കെട്ടിട സമുച്ചയങ്ങളാണ് കേട്ടോ.